വലിപ്പത്തിൽ നമ്മുടെ നാടൻ മൾബറിയെ വെല്ലുന്ന ഇനമാണ് ബ്രസീലിയൻ മൾബറി. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മുടെ നാടൻ മൾബറി തന്നെയാണ് മുന്നിൽ. ബ്രസീലിയൻ മൾബറിക്ക് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. പാകമാകുമ്പോൾ നല്ല ബ്ലാക്ക് നിറത്തിലേക്ക് മാറുന്ന ഈ പഴം പാകമായി കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകം തന്നെ ഞെട്ടറ്റ് നിലത്ത് വീഴുകയാണ് പതിവ്. വലിപ്പത്തിലും ടേസ്റ്റിലും നമ്മുടെ നാടൻ സപ്പോട്ടയെ മറികടക്കുന്നതാണ് തായ്ലൻഡ് ജയൻറ്റ് സപ്പോട്ട. വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നല്ല കായ്ഫലം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ പഴത്തിൻ്റെ ഉൾവശം. പേര ഇനങ്ങളിൽ തായ് പിങ്ക് പേര കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അർക്കാക്കിരൻ പേരയാണ്. വലിയ വലിപ്പം വയ്ക്കുന്ന പേരയൊന്നും അല്ലെങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത മധുരമുള്ള പേരയ്ക്കാണിത്. മാത്രമല്ല ഒരുപാട് കായ്ഫലം ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അർക്കാക്കിരൻ. ഇതെൻ്റെ നാടൻ പപ്പായയാണ്. നല്ല ടേസ്റ്റുള്ള പപ്പായയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഇതുപോലെ 1-2 പപ്പായ ചെടികൾ ഉണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പപ്പായ കഴിക്കാൻ കഴിയും. ഇപ്പോൾ മിൽക്ക് ഫ്രൂട്ടിൻ്റെ സീസണാണ്. കരിക്കിൻ്റെ ടേസ്റ്റാണ് ഈ പഴത്തിനുള്ളത്. ഈ പഴത്തെ നമുക്ക് പറിച്ചു വെച്ച് പഴുപ്പിക്കാൻ കഴിയില്ല. പാകമാകാതെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറയുണ്ടാകും. മാത്രമല്ല ഇതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവായതിനാൽ മാർക്കറ്റിൽ ഇത് നമുക്ക് ലഭ്യമല്ല എന്ന ഒരു പ്രത്യേകതയുമുണ്ട്.